ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലാണ് ഇതിന്റെ രചന കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്ന് നടത്തിയിട്ടുള്ളത്. അക്കാലഘട്ടത്തിലെ യൂറോപ്പിന്റെ ചരിത്രവും സാമ്പത്തിക ഘടനയും വിശദമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ അവർ ചർച്ച ചെയ്യുന്ന പല സംഭവങ്ങളും മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ആ സംഭവങ്ങളുടെ വിശകലനത്തിലൂടെ അവർ എത്തിച്ചേരുന്ന പല അടിസ്ഥാന ആശയങ്ങളും പൊതുധാരണകളും ഏവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒന്നാണ്, അവിശ്വസനീയമാണെങ്കിൽ കൂടി. ഏതാണ്ട് 200 വർഷത്തിനു ശേഷവും ആ പൊതുധാരണകൾ ശരിയായി നിലകൊള്ളുന്നു. എന്താണ് അവർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? പലതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്: ലോക ജനതയെ ഇന്നേ വരെ അവർ അനുഭവിച്ച എല്ലാ യാതനകളിൽ നിന്നും, വേദനകളിൽ നിന്നും, ചൂഷണത്തിൽ നിന്നും ശാശ്വതമായി മോചിപ്പിക്കാൻ ചരിത്രം തിരഞ്ഞെടുത്ത വർഗമാണ് തൊഴിലാളി വർഗം. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ലോക ജനതയെ ഇന്നേ വരെ അവർ അനുഭവിച്ച എല്ലാ യാതനകളിൽ നിന്നും, വേദനകളിൽ നിന്നും, ചൂഷണത്തിൽ നിന്നും ശാശ്വതമായി മോചിപ്പിക്കാൻ ചരിത്രം തിരഞ്ഞെടുത്ത വർഗമാണ് തൊഴിലാളി വർഗം. എന്ത് അസംബന്ധമാണിത്! വളരെ അവിശ്വസനീയമായ ഒരു പ്രസ്താവനയാണിത്. സാധാരണക്കാർക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകളെന്നും വിപ്ലവകാരികളെന്നും പുരോഗമനകാരികളെന്നും അവകാശപ്പെടുന്ന പലർക്കും ഇന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണിത്. ആരാണ് ഈ തൊഴിലാളി വർഗം? പട്ടിണി കിടന്ന് പുകയില പോലെ വാടിയുണങ്ങിയവർ, സദാചാരമില്ലാത്തവർ, അസഭ്യങ്ങൾ പുലമ്പുന്നവർ, വിയർപ്പ് നാറുന്നവർ, സ്വയം ഒന്നിനും ആകാത്തവർ. അവരെങ്ങനെയാണ് മറ്റുള്ളവരെ രക്ഷിക്കുക? മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയാണ് മാർക്സും ഏംഗൽസും വെല്ലുവിളിക്കുന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ജൂത പാരമ്പര്യങ്ങൾ അനുസരിച്ച് പാപത്തിന്റെയും അനാഥത്വത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ അന്ധകാരക്കുഴിയിൽ വീണുപോയ നിർഭാഗ്യരായ ജനങ്ങളെ മോചിപ്പിക്കാൻ ദൈവം പ്രവാചകന്മാരെ പലപ്പോഴായി അയച്ചിട്ടുണ്ട്. അനീതികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തന്റെ ജനതയെ രക്ഷിക്കാനായി പലതവണ ദൈവം അവതരിച്ച കഥകൾ ഹിന്ദു പുരാണത്തിന്റെയും ഭാഗമാണ്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവരെ രക്ഷിക്കാൻ സ്വർഗരാജ്യത്തിൽ നിന്നും ഒരു വിശുദ്ധമായ കൈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളത് മനുഷ്യന്റെ അതിപുരാതനമായ മനഃശാസ്ത്രമാണ്. മതത്തെയും ദൈവത്തെയും വെല്ലുവിളിച്ച യൂറോപ്യൻ നവോത്ഥാന നായകന്മാർക്കും ഈ പുരാതന മനോഘടനയെ മറികടക്കാനായില്ല. അവർ കരുതിയത് വിദ്യാഭ്യാസ സമ്പന്നരായ പ്രൊഫഷണലുകൾ, ഉൽപ്പതിഷ്ണുക്കളായവർ, ശാസ്ത്രജ്ഞന്മാർ, കുലീന കുടുംബക്കാർ, മനുഷ്യസ്നേഹികൾ തുടങ്ങിയ ആൾക്കാർക്ക് മാത്രമേ തൊഴിലാളികളെയും മറ്റ് ജനങ്ങളെയും മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ 3-ാം അധ്യായത്തിൽ കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ഇത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ധാരണകളെയെല്ലാം അവർ വെല്ലുവിളിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് മാർക്സും ഏംഗൽസും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്ന്, തൊഴിലാളി വർഗത്തെ രക്ഷിക്കാൻ തൊഴിലാളി വർഗത്തിന് മാത്രമേ കഴിയൂ. 2, ഇനിയുള്ള ചരിത്ര കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ തൊഴിലാളി വർഗത്തിനല്ലാതെ മറ്റൊരു വർഗത്തിനും കഴിയില്ല. 3, തൊഴിലാളികളുടെ മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിയുടെയും ശാശ്വതമായ മോചനം തന്നെ തൊഴിലാളി വർഗത്തിന്റെ കൈകളിലാണ്. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഇതൊക്കെ മാർക്സിന്റെയും ഏംഗൽസിന്റെയും വെറും വിടുവായുത്തരങ്ങൾ അല്ലാതാകണമെങ്കിൽ അവർ ഇതൊക്കെ തെളിയിക്കണം. മാർക്സും ഏംഗൽസും ചേർന്ന് പിന്നീട് രചിച്ച മറ്റു കൃതികളിലൂടെ അവർ സൈദ്ധാന്തികമായി പിന്നീടുള്ള അവരുടെ ജീവിത കാലഘട്ടത്തിൽ ചെയ്തത് ഇതാണ്. ഇതെല്ലാം തെളിയിക്കുകയായിരുന്നു. പിന്നീട് പ്രായോഗിക തലത്തിൽ ഇതൊക്കെ തെളിയിക്കപ്പെട്ടു. റഷ്യയിലും ചൈനയിലും കിഴക്കൻ യൂറോപ്പിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിലും നടന്ന വിപ്ലവങ്ങളിലൂടെ, ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന നിരവധി മുന്നേറ്റങ്ങളിലൂടെ, ഫ്രാൻസിലെ യെല്ലോ വെസ്റ്റ് മൂവ്മെന്റ്, അമേരിക്കയിലെ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് മൂവ്മെന്റ്, ഇന്ത്യയിലെ കർഷക സമരങ്ങൾ, തൊഴിലാളി വർഗത്തിന് അവിശ്വസനീയമായ പലതും ചെയ്യാൻ ശേഷിയുള്ള ഒരു വർഗമാണെന്ന് ചരിത്രം സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും വളരെ ആഴത്തിൽ സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രതന്ത്രവും ലോകചരിത്രവും തത്വചിന്തയും ഒക്കെ വശമാക്കിയില്ലെങ്കിൽ മാർക്സും ഏംഗൽസും പറഞ്ഞത് പലർക്കും ഇനിയും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായി നിലകൊള്ളും. ഇതൊക്കെ അവിശ്വസിക്കാനും തള്ളിപ്പറയാനും എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ തൊഴിലാളി വർഗം മനുഷ്യരാശിയുടെ ശാശ്വത മോചനത്തിനായി ചരിത്രം തിരഞ്ഞെടുത്ത വർഗമാണെന്ന പ്രമാണം നിഷേധിക്കുന്നതിലൂടെ അവൻ മാർക്സിസ്റ്റ് അല്ലാതായിത്തീരുന്നു.